രഘു അമ്പിളിയും എന്നെ വിളിക്കുമെന്ന് വിചാരിച്ച ഞാൻ കാത്തിരുന്നത്. ഇതുവരെ ആരും വിളിച്ചില്ല. ആ, അവര് കിടന്നുറങ്ങിക്കാണും. ഇനിയിപ്പോ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞാലേ അണ്ണന് സമാധാനമാവുമെങ്കിൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കായിരുന്നല്ലേ? വേണ്ട ദാസ്, ചിലപ്പോ നീ പറഞ്ഞതുപോലെ അവര് കിടന്നു കാണും. ഇനി രാവിലെ വിളിക്കാം. ശേഖരൻ കിടന്നു? പിന്നെ നല്ല ഉറക്കം, സൗണ്ട് സ്ലീപ്പ്. പാവം, സുരക്ഷിതമായ സ്ഥലത്ത് തലയാക്കാൻ കിട്ടിയ എൻ്റെ ആശ്വാസത്തോടെയുള്ള ഉറക്കം അതാണ്. ദാസേ, അയാൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്. അതാ അയാള് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടതും അനുമോൾക്ക് ശേഖരനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായതും. ശരിയാണ്. പക്ഷേ നാളെ ശേഖരൻ നമുക്കൊരു സമാധാനക്കേടാവാനുള്ള സാധ്യതയുണ്ട്. അതെന്താ? നമ്മള് നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? അല്ല, നമ്മളിലെ നന്മ മറ്റു ചിലർക്ക് ദോഷമായിട്ട് ഭവിച്ചാലോ? ഈ സുശീലയുടെ കാര്യമാണോ അണ്ണൻ പറയുന്നത്? സുശീല മാത്രമല്ല, അവളുടെ മക്കളും ചിലപ്പോ ശേഖരനെ അംഗീകരിക്കണമെന്നില്ല, ഇന്ദ്രനടക്കം. അങ്ങനെ ആവുമ്പോ അനുമോള് വീണ്ടും ആ കുടുംബത്തിൽ ഒറ്റപ്പെടും. അനു ഇന്ദ്രനോട് സംസാരിക്കാന്നല്ലേ പറഞ്ഞത്? അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നവരെ ശേഖരനോട് നിൽക്കട്ടെ. ഇവിടെ കൂടുതൽ ദിവസം നിർത്തുന്നതും അപകടമാണ് ദാസ്. നാളെ ഈ ന്യൂസ് പത്രത്തിലൊക്കെ വരും. അതോടെ ശേഖരൻ എവിടെയുണ്ടെന്ന് സുശീല നാളെ മുതൽ അന്വേഷിച്ചു തുടങ്ങും. ആ അന്വേഷണം ഇവിടെ എത്തിയാൽ സുശീലയെ തോപ്പിക്കാൻ ശേഖരനെ നമ്മൾ മനഃപൂർവ്വം കൂടെ കൂട്ടിയിരിക്കുകയാണെന്ന് അവൾ അവളുടെ മക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കും. പിന്നെ ഇന്ദ്രനാണെങ്കിലും അച്ഛനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ലെന്നല്ലേ അനു പറഞ്ഞത്? ആ, നമുക്ക് നോക്കണ്ട. ഇന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. ശേഖരന്റെ കഥ അറിയുകയും അച്ഛനെ നേരിട്ട് കാണുകയും ചെയ്യുമ്പോൾ ഇന്ദ്രന്റെ മനസ്സ് അലിഞ്ഞുകൂടുന്നില്ലല്ലോ. എന്തായാലും അധികം നാളിത് വച്ച് നീട്ടണ്ട. പറ്റുമെങ്കിൽ നാളെ തന്നെ ശേഖരന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നിർബന്ധം. ആരുമില്ലാതെ അലഞ്ഞു തിരേണ്ടി വന്നപ്പോഴല്ലേ അയാൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ ഒരാളെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അയാൾ അവിടെ ഒതുങ്ങി ജീവിച്ചോളും. ഇങ്ങോട്ട് കയറി വരില്ലല്ലോ. എൻ്റെ അനു, പ്ലീസ് ദയവ് ചെയ്ത് നീ ഈ കാര്യം ഒന്ന് അവസാനിപ്പിക്കേ. ആ മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നീ ആയിട്ട് പോയ അയാളെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതിരുന്നാൽ മതി. ഇന്ദ്രേട്ടനി അച്ഛന്റെ കാര്യം പറഞ്ഞ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ പറയാതിരിക്കാനും പറ്റില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ. എന്താനു ഇതൊരു കിടന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. ആ മനുഷ്യന്റെ കാര്യം തന്നെ ഓർത്തോണ്ടിരിക്കായിരിക്കും അല്ലേ?
എൻ്റെ അനു, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കൂടി ഉറക്കം കളയല്ലേ.